സാറേ, കേരള തീരത്തടക്കം നിരവധി കണ്ടെയ്നർ കപ്പലുകൾക്ക് അപകടം പറ്റി. 1-2 കപ്പലുകളിൽ നിന്ന് കത്തി. ഇതിൻ്റെയൊക്കെ പിന്നിൽ തുർക്കിയാണെന്നുള്ള ഒരു വാർത്ത പ്രചരിച്ചു വരുന്നു. സത്യമുണ്ടോ? രാജ്യാന്തര ഏജൻസികൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ മാരിടൈം ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു കൺസോർഷ്യം, ആ കൺസോർഷ്യത്തിൻ്റെ പ്രതിനിധികൾ ഈയിടെ കേരളത്തിലെത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച. ആ സന്ദർശനം ഇത് പരിശോധിക്കാനാണ്. ഏതെങ്കിലും മേഖലകളിൽ പെട്ടെന്ന് ഈ വൈദ്യുതി ഉപയോഗം കൂടിയോ എന്ന് നോക്കാനൊക്കെയാണ് അവർ വന്നത്. വൈദ്യുതി ഉപയോഗം കൂടിയോ എന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുർക്കിയുടെ കയ്യിൽ അൽക്ക DEW എന്ന് പറഞ്ഞിട്ടൊരു വെപ്പൺ, ആയുധമുണ്ട്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ലേസർ വെപ്പണാണ്. ഇത് കപ്പലുകളുടെ പല സംഗതികളും ജാം ചെയ്യാം, അട്ടിമറിക്കാം, അതിൻ്റെ അകത്തെ ഈ രാസവസ്തുക്കൾ കത്തിക്കാം, ഇങ്ങനെ ഒക്കെ ചെയ്യാൻ കഴിയുന്ന, ശരിക്കും ഡ്രോണുകളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആയുധമാണ്. പക്ഷേ ഈ കപ്പലുകളിൽ അട്ടിമറി നടത്താൻ ഈ അൽക്ക DEW ഉപയോഗിക്കാം എന്നുള്ള വിവരം ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണോ ഈ അറബിക്കടലിൽ? അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളാണല്ലോ ഈ പൈസയൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ അതിൻ്റെ അന്വേഷണം നടത്തുന്നുണ്ട്, തുർക്കിയാണോ എന്നുള്ളത്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കും ഈ സംശയമുണ്ട്, നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾക്കും സംശയമുണ്ട്. ഇത് ഈ പറഞ്ഞില്ലേ ഇലക്ട്രോ മാഗ്നറ്റിക് ലേസർ ആയുധമാണെന്ന്. അപ്പോൾ ഹൈ പവർ മൈക്രോവേവ് എന്ന് പറയുന്ന HPM അങ്ങനെ ഉള്ള ആയുധങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് EMP എന്ന് പറയുന്ന ആയുധങ്ങൾ, ഇതെല്ലാം ചേർക്കുന്ന ഉപകരണങ്ങൾ തുർക്കിയുടെ കയ്യിലുണ്ട്. യുദ്ധക്കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയൊക്കെ GPS ജാം ചെയ്യാൻ, അട്ടിമറിക്കാൻ ഈ ആയുധത്തിന് കഴിയും. അപ്പോൾ തുർക്കി ആണിത് ആദ്യം വികസിപ്പിച്ചതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. അതായത് തീവ്രശക്തിയുള്ള കാന്തിക തരംഗ പ്രസരണം വഴിയാണ് ഈ അട്ടിമറി നടത്തുന്നത് ഈ ആയുധത്തിൽ നിന്ന്. ഈ മേഖലയിൽ അപ്പോൾ അതുകൊണ്ട് വൈദ്യുതി ഉപയോഗത്തിൽ പൊടുന്നനെ വർധന ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ ആയുധം പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി ആവശ്യമുണ്ട്. അപ്പോൾ ഇവർക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് എന്നുള്ളതൊക്കെ തിരക്കുന്നുണ്ട്. സൈനിക പ്രതിരോധത്തിന് വേണ്ടി തുർക്കി പോർട്ടബിൾ HPM ആയുധം അൽക്ക DEW വികസിപ്പിച്ചു. അപ്പോൾ പോർട്ടബിൾ HPW എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ഹൈ പവർ മൈക്രോവേവ് വെപ്പൺ ആണ് അൽക്ക DEW. ഈ അൽക്ക DEW എന്ന് പറഞ്ഞ ആയുധം ഒരു സ്പോർട്സ് കാറിൽ കൊണ്ടുപോകാം. വളരെ എളുപ്പമാണ് ഇത് കൊണ്ടുപോകാൻ. 2.5 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ഈ പോർട്ടബിൾ വെപ്പണിന് പ്രവർത്തിക്കാൻ വൈദ്യുതി വേണം. അതാണ് വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ടോ എവിടെയെങ്കിലും എന്ന് നോക്കുന്നത്. 2.5 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം. 1500 മീറ്റർ മുതൽ 5000 മീറ്റർ വരെ അകലെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളെ അട്ടിമറിക്കാം. കേരള തീരത്ത് നിന്ന് അപ്പുറത്തുള്ള ഒരു കപ്പലിനെ അട്ടിമറിക്കാവുന്നതാണ്, ജാം ചെയ്യാം അതിൻ്റെ സിസ്റ്റം. തുർക്കി ആയുധ ഗവേഷണ കേന്ദ്രമായ റോക്കറ്റ്സാൻ ആണ് ഇത് വികസിപ്പിച്ചത്. റോക്കറ്റ്സാൻ സ്ഫോടക സ്വഭാവമുള്ള രാസപദാർത്ഥങ്ങൾ അതിന് തീ പിടിപ്പിക്കും. ഇപ്പം സംഭവിച്ചിട്ടില്ലേ? അതെ. നമ്മുടെ എൽസ എന്ന് പറഞ്ഞ വിഴിഞ്ഞത്ത് നിന്നുള്ള ആദ്യത്തെ കപ്പൽ, പിന്നെ ആ ചൈനീസ് കപ്പൽ അല്ലേ, അതിലൊക്കെ. അപ്പോൾ ശക്തമായ വൈദ്യുത കാന്തിക തരംഗങ്ങൾ കൊണ്ടാണ് കത്തിക്കുന്നത് ഈ രാസപദാർത്ഥങ്ങളെ. മാരിടൈം ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ ആശങ്കയുണ്ട് ഈ സംഭവിച്ച കാര്യങ്ങളിൽ. 3 കത്തിയല്ലോ. അതെ. ഒരെണ്ണം അത്ര കുഴപ്പമില്ലാതെയായിരുന്നു, മറ്റേ കോഴിക്കോടിൻ്റെ അപ്പുറത്ത് തന്നെ. അതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്തിരുന്നില്ല. അതെ. പക്ഷെ ഞാൻ ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ 3000 കാറുകളുമായി പോയ ചൈനയിൽ നിന്ന് പോയൊരു കപ്പൽ അമേരിക്കൻ തീരത്ത് കത്തി. 2 ആഴ്ച മുമ്പ് 3000 കാറുകളൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, രാജ്യാന്തര തലത്തിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നു. ഇവര് ആദ്യം ഈ ആയുധം ഉപയോഗിച്ചിട്ട് ചെയ്തത് ചൈനയുടെ ഒരു ഡ്രോൺ ലിബിയയിൽ തകർക്കുക എന്നുള്ളതാണ്, നശിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്, പറയാതെ. അപ്പോൾ ഇൻഷുറൻസ്
കമ്പനികൾ നിയോഗിച്ച കൺസോർഷ്യത്തിൻ്റെ പ്രതിനിധികൾ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച വന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ ജോയിൻറ്റ് മറൈൻ ഇൻഷുറൻസ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, സമീപകാല അപകടങ്ങളിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന്, അതിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച ചെയ്തില്ലേ, ഹോർമുസ് പാതയിൽ 2 കപ്പലുകൾ കൂട്ടിയിടിച്ചത്. ആദ്യം 3 എന്നാണ് വന്നിരുന്നത്. അപ്പം അങ്ങനെ കൂട്ടിയിടിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഈ നാവിഗേഷൻ സിസ്റ്റം, അതുപോലെ കൊളൈഡ് ചെയ്യാൻ പാടില്ല 2 കപ്പലുകൾ, ഇതൊക്കെ സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പോൾ അത് ജാം ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അങ്ങനെ ജാം ചെയ്തതായിട്ട് സംശയമുണ്ട് ആ ഹോർമുസ് ഭാഗത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ജാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കപ്പൽ കിടക്കുന്ന സ്ഥലം വേറെ എവിടെയോ ആണ് എന്നൊക്കെ വരും. GPS അതെ, അങ്ങനെയൊക്കെയാണ് ഈ കൂട്ടിയിടിക്കുന്നതൊക്കെ. അപ്പോൾ 2 കൂട്ടിയിടിച്ചതും ഇങ്ങനെ വല്ലതും ആണോ എന്നുള്ള സംശയവും ഉയരാം. അപ്പോൾ ഈ അൽക്ക DEW എന്ന് പറഞ്ഞ ഈ തുർക്കിയുടെ ആയുധം ഇങ്ങനെ കപ്പലുകളിൽ പ്രയോഗിക്കാവുന്നത്, DEW എന്ന് പറയുന്നത് ഡയറക്റ്റഡ് എനിമി വെപ്പൺ, DEW എന്നാണ്. അപ്പോൾ തുർക്കിയുടെ ഡുവൽ ഇരട്ട ഉപയോഗമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ലേസർ വെപ്പൺ ഇതാണത്. ഇലക്ട്രോ മാഗ്നറ്റിക് ലേസർ ആയുധം ആണ് റോക്കറ്റ്സാൻ വികസിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ 2019 ഇൻ്റർനാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രി ഷോ എക്സ്പോ എന്ന് പറയില്ലേ, 2019 ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്, ഇങ്ങനൊരു ആയുധം ഉണ്ട് എന്നുള്ളത്. ലിബിയയിൽ ജനറൽ നാഷണൽ കൗൺസിലിൻ്റെ വിങ് ലൂങ്, ചൈനയിൽ നിന്ന് മേടിച്ചത് വിങ് ലൂങ് UAV ഡ്രോൺ, ആ ഡ്രോണിനെ തകർത്തു ഈ ആയുധം. പിന്നെ അന്ന് ആദ്യമായിട്ടാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ച വെഹിക്കിൾ മൗണ്ടഡ് കോമ്പാറ്റ് ലേസർ ആയുധം, ഇങ്ങനൊരു ലേസർ ആയുധം വാഹനത്തിൽ ഘടിപ്പിച്ച് ആദ്യമായിട്ടാണ് ലോകത്ത് വേറൊരു യുദ്ധവാഹനത്തിനെ തകർത്തത്. ആദ്യത്തെ സംഭവമായിരുന്നു ലേസർ ഉപയോഗിച്ച് ഡ്രോണിനെ തകർക്കുന്നത്. തുർക്കിയാണ് അതിലൊരു പൈനിയറിങ് വർക്ക് നടത്തിയത്. അപ്പോൾ തുർക്കി ഡ്രോണുകൾക്കെതിരായ ആക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ ലിബിയയിലെ വിങ് ലൂങ് 2 എന്ന് പറഞ്ഞ ഡ്രോണുകൾ തകർത്തത്. അപ്പോൾ ലിബിയയിലെ മിസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോഡിനപ്പുറത്തൊരു കവചിത വാഹനം നിൽക്കുകയായിരുന്നു. ആ കവചിത വാഹനത്തിൽ നിന്നുള്ള അൽക്ക DEW ആണ് ചൈനീസ് നിർമ്മിത വിങ് ലൂങ് 2 തകർത്തത്. റോഡിൻ്റെ അപ്പുറത്ത് ഒരു കവചിത വാഹനം പാർക്ക് ചെയ്യുന്നു, അവിടെ അതിൽ ഈ ആയുധമുണ്ട്, ഈ ലേസർ ഇലക്ട്രോ മാഗ്നറ്റിക്, അത് വെച്ചാണ് തകർത്തത്. അവിടെ 20 കിലോവാട്ട് പവർ ആണ്. ലേസർ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. മൾട്ടിപ്പിൾ ടാർഗറ്റ്സിന് ഒരേ സമയം, ഒരുപാട് ലക്ഷ്യങ്ങളെ ഒരേ സമയം ഇതിന് കൈകാര്യം ചെയ്യാം. 4000 മീറ്റർ അകലെ ഡ്രോൺ കൂട്ടത്തിനെ തന്നെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഒരു സംഘം ഡ്രോണുകളെ. പകലും രാത്രിയും ഇതിന് പ്രവർത്തിക്കാനും കഴിയും. ശരിക്കും പറഞ്ഞാൽ ഈ തുർക്കി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വിനാശകരമായ പ്രവൃത്തികൾ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തു, സൈപ്രസിൽ ഉൾപ്പെടെ പോയിട്ട് അവർക്കൊരു വാർണിംഗ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ ഇത്തരത്തിലുള്ള ഒരു ഉടായ്പുമായിട്ട് കുതന്ത്രമൊക്കെ ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലായത്. ഇവർ 2019 തന്നെയൊക്കെ വികസിപ്പിച്ച് കഴിഞ്ഞില്ലേ. അതെ. പക്ഷേ കുതന്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫ ആവണം എന്ന് നിർബന്ധമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം രാജ്യങ്ങളെയൊക്കെ കൂട്ടിപ്പിടിപ്പിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞ് നമ്മളിത് സഹിഷ്ണുതയോട് കൂടിയിട്ടാണ് തുർക്കിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാലഘട്ടം ഇപ്പോൾ അവസാനിക്കുകയാണല്ലോ. ഈ പാകിസ്ഥാൻ സംഘർഷത്തിൽ തുർക്കിയുടെ അറിയപ്പെടാത്ത ഡ്രോണുകളും കൂടി, ബൈറാക്ടർ അല്ലാതെ ഡ്രോണുകളൊക്കെ വന്നതോടുകൂടി പാകിസ്ഥാനെ സഹായിക്കുക, അല്ലേ, അസർബൈജാനെ സഹായിക്കുക, അസർബൈജാന് പകരം നമ്മൾ അർമീനിയെ സഹായിക്കുക. ഇപ്പോൾ തുർക്കിയുടെ അയൽവക്കത്ത് സൈപ്രസിന് ആയുധം കൊടുക്കുന്നു നമ്മൾ. അപ്പോൾ നമ്മളും അതിനെ നേരിടുന്നു. മുമ്പ് എന്തിനാണ് ഈ ശത്രുക്കളെ കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ചെയ്തിരുന്നില്ല, ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കപ്പലപകടങ്ങൾ കുറേയും കൂടി
തുർക്കി എക്സ്പോസ് ചെയ്യുമായിരിക്കും. ഈ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അവരാണ്, അതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് ഈ വിമാനങ്ങൾക്കെതിരെയും പ്രയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കപ്പലുകൾക്കെതിരെ മാത്രമല്ല എന്ന്. അപ്പോൾ ഇപ്പോൾ സമീപകാലത്ത് നടന്ന വിമാനാപകടത്തെ സംബന്ധിച്ചും ഇത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടാകാം, അന്വേഷിക്കാം. നമ്മൾ ചെന്നൈയിൽ വിമാനങ്ങൾക്ക് നേരെയുള്ള ലേസർ ആക്രമണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇനി യുദ്ധം നടക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.